ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോയിലോട്ടാണ് വരുന്നത്. ഇന്ന് നമ്മൾ പൊട്ടറ്റോയുടെ യൂസസിനെ കുറിച്ചാണ് നമ്മളിതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് വൈറ്റമിൻ ഇയും ബിയും സിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വയറ്റിനുള്ളിലെ വേദന, അൾസർ ഉണ്ടാകുമല്ലോ, അത് ഈ പൊട്ടറ്റോ ജ്യൂസ് കുടിച്ചാൽ മാറും. പിന്നെ ഇതിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ്, അയൺ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ജ്യൂസ് കുടിക്കുന്നതിലൂടെ നമുക്ക് സ്ട്രോക്ക് മാറും. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ ഒരുപാട് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനായിട്ട് ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കൈമുട്ട്, കാൽമുട്ടുകൾ, ജോയിൻറ്റ് പെയിനൊക്കെ ഉണ്ടാവുമല്ലോ, അതിനെയും മാറ്റാനായിട്ട് ഇത് സഹായിക്കും. പിന്നെ ഇതിൽ കൂടുതലും ബിയും സിയും ഇയും വൈറ്റമിനൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് നമ്മൾ സ്കിന്നിന് വേണ്ടി ഉപയോഗിക്കും. സ്കിന്നിന് ഇപ്പോൾ ധാരാളമായിട്ട് സ്കിൻ ഡാമേജ് ഒക്കെ മാറ്റാനായിട്ട് ഇതിന് സഹായിക്കും. അപ്പോൾ ഇതിൽ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇതിനെ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് പല രീതിയിൽ ചിലവർ ഇതിനെ പച്ചയ്ക്ക് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ പച്ചയ്ക്ക് നമ്മൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ട്യൂമറൊക്കെ കുറയ്ക്കും. നമ്മുടെ ശരീരത്തിൽ ട്യൂമറൊക്കെ ഉണ്ടാകത്തില്ലേ, ഇതിൻ്റെ ജ്യൂസ് അടിച്ച് കുടിച്ചാൽ കുറയ്ക്കും. പിന്നെ നമുക്ക് മൈഗ്രെയിൻ, ഭയങ്കര തലവേദനയുണ്ടല്ലോ, അതൊക്കെ വരുമ്പോൾ നമുക്കിത് ഈ ജ്യൂസ് കുടിച്ചാൽ പെട്ടെന്ന് മാറും. പിന്നെ ഹൃദയാഘാതം, അറ്റാക്ക് വരാതിരിക്കാനായിട്ട് ഇതിൻ്റെ ജ്യൂസ് കുടിച്ചാൽ നമുക്ക് ഒരുപാട് അതിനെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടി ഒരുപാട് നമ്മൾ ഇതിൻ്റെ ജ്യൂസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഹെയർ ഗ്രോത്തിനും നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കും. പിന്നെ ഇതിൻ്റെ ജ്യൂസ് ലിവർ ക്ലീനാക്കും. പിന്നെ ഇതിന് നമ്മൾ ജ്യൂസായിട്ട് അങ്ങ് അകത്തോട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ മുഖത്തിലെ സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ പുറത്ത് നമ്മുടെ മുഖത്ത് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാത്തിനും നല്ലൊരു അതിൻ്റെ നീര് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റമൊക്കെ വരും. കണ്ണിനടിയിലെ കറുപ്പ്, അതേപോലെ പിഗ്മെൻറ്റേഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഫേസ് പാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മളിപ്പം അലോവേരയും ചേർത്ത് ഇതിൻ്റെ നീരും ചേർത്തിട്ട് നമുക്കുള്ളൊരു സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടിയും നമ്മൾ ആ സോപ്പ് ഒരുപാട് നാൾ ഉപയോഗിക്കുമ്പോൾ ഒരാഴ്ച തന്നെ ഒരാഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കിന്നുണ്ടല്ലോ, നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആവും. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അകത്തോട്ടിപ്പോൾ ഇതിൻ്റെ ജ്യൂസ് മാത്രം കുടിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, കുറച്ച് ആപ്പിളോ ഓറഞ്ചോ അല്ലെങ്കിൽ കുക്കുംബറോ ആംലയോ ഇതിലേതെങ്കിലും ഒന്നിൽ ഇതിൽ നിന്ന് കുറച്ച് പൊട്ടറ്റോയും കൂടെ ഇട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഏകദേശം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാം ഒരു സൊല്യൂഷൻ തന്നെ ഇതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ്.